ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയുടെ ഈ ജാൻ 2025 എക്സാംസിൽ നടന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ആ MCQ'S ആണ് നമ്മൾ ഈ സീരീസിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ടോട്ടൽ 4 സിനാരിയോസ് 4 കേസ് ബേസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ 2 സെറ്റ് നല്ല എളുപ്പമായിരുന്നു, ഒരു സെറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ആൻഡ് 1 സെറ്റ് അഗെയിൻ ഒരു മിക്സ്ചർ ഓഫ് ക്വസ്റ്റ് ആണ്. സോ പക്ഷേ അതിനകത്തെ ഒരു സെറ്റ് 1 സെറ്റ് ഓഫ് കേസ് ബേസ് ക്വസ്റ്റ്യൻ നല്ല ടൈറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കുറേ സ്റ്റുഡൻസിന് അതിൻ്റെ ആൻസേഴ്സിനകത്തൊക്കെ ഡൗട്ട് ഉണ്ട്. സോ ഈ പറയുന്ന സീരീസ് 2 സ്റ്റുഡൻസിന് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ഒന്ന് ജാൻ 2025 ഇരുന്ന കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങൾ ഈ അസംഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് മെയ് 2025 എഴുതുന്ന സ്റ്റുഡൻസിന് ദിസ് ക്യാൻ ഓൾസോ ബി എ പ്രാക്ടീസ്. കാരണം MCQ നിങ്ങൾക്ക് ഏതൊക്കെ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം, അല്ലെ എങ്ങനെയൊക്കെ രീതിയിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പം 2-3 ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര സെയിം ആയിട്ട് തോന്നും, ജസ്റ്റ് ലൈക്ക് കറക്റ്റായിട്ട് തോന്നും. വളരെ ഒരു മൈന്യൂട്ടസ്റ്റ് ലൈൻ കാരണമാണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ അതായി പോകുന്നത്. സോ മെയ് 2025 അതൊരു പ്രാക്ടീസ് ആയിരിക്കും. മെയ് 2025 സെപ്റ്റംബർ 2025 യു വിൽ ഓൾസോ ഹാവ് ലൈക്ക് ഒരു പ്രാക്ടീസ് കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരണേന്ന്. സോ വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ ഫോർ ദ MCQ. സോ ഈ സീരീസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും 4 കേസ് ബേസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ കയ്യിലിരിക്കുന്ന സെറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ എനിക്കറിയില്ല നമ്മൾ അതായത് അവർ ഷഫിൾ ചെയ്ത്, ഇപ്പം എൻ്റെ കേസ് സിനാരിയോ 1 നിങ്ങളുടെ കേസ് സിനാരിയോ 3 ആയിരിക്കും, അല്ലെ 4 ആയിരിക്കും. അത് ഷഫിൾ ചെയ്തിട്ടേക്കുമായിരിക്കും. ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, JK ലോജിസ്റ്റിക്സ് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്, ഫസ്റ്റ് കേസ് സിനാരിയോ ആയിട്ട് കിടക്കുന്നത്. സോ ലെറ്റ് us go in detail. JK Logistics Limited is one of the leading companies in the logistics industry. 5 years ago, 75% of equity shares of JK Logistics Limited were acquired by RK Logistics. 5 വർഷം മുന്നേ 75% of JK Logistics, 75% of equity shares of JK Logistics ആർ അക്വയർ ചെയ്തിട്ടുണ്ട്? RKയും അക്വയർ ചെയ്തിട്ടുണ്ട്, RK Logistics acquire ചെയ്തിട്ടുണ്ട്. RK Logistics Limited has a presence in Haryana, Punjab, Rajasthan and is mainly into transporting of agricultural produce. അത് irrelevant ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. As timely transportation of agricultural produce is of strategically importance, the state government of the above 3 states hold stake in RK Logistics. ഈ 3 സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ഈ RK ലോജിസ്റ്റിക്സിൽ സ്റ്റേക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവരുടെ ഹോൾഡിംഗ് വരുന്നത്? സ്റ്റേറ്റ് ഓഫ് ഹരിയാന 19%, രാജസ്ഥാൻ 20% ആൻഡ് പഞ്ചാബ് 18%. ഇങ്ങനെയാണ് ആ സ്പ്ലിറ്റ് വന്നേക്കുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെ. On 29th September 2023, just after the conclusion of the AGM, Mr. Rohan, the auditor of JK Logistics Limited, suffered a stroke and in order to reduce the workload, resigned as the auditor of the company, but unfortunately he forgot to inform the concerned authority about his resignation. Auditor ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, ആൾ റിസൈൻ ചെയ്ത് പോവാണ്. കൺസേൺ അതോറിറ്റീസിനെ റെസിഗ്നേഷനെ പറ്റിയിട്ടുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ ഓഡിറ്റർ മിസ്റ്റർ മോഹൻ ഹാസ് ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് 5 lakhs. സോ 5 lakh ആണ് പുള്ളിക്കാരൻ്റെ റെമ്യൂണറേഷൻ ആയിട്ടുള്ളത്. ദ കമ്പനി ഓൺ ദ അതർ ഹാൻഡ് അപ്പോയിൻറ്റഡ് AJ and Associates as their auditors after completing all the statutory formality. പുള്ളിക്കാരൻ റിസൈൻ ചെയ്തു പോയി, മിസ്റ്റർ റോഹൻ റിസൈൻ ചെയ്തു പോയി, അതിന് പകരം അപ്പോയിൻറ്റഡ് ആയതാണ് AJ and Associates. Mr. Avnish, who is one of the partners of the audit firm, had borrowed a sum of 3.5 lakhs from RK Logistics Limited. So 3.5 ലക്ഷം രൂപ കടമായിട്ട് ഡെറ്റഡ് ആണ്, ആൻഡ് ഹാസ് ഡ്യൂസ് ഓഫ് 1.49 lakh ടുവേർഡ്സ് എ യൂസ് ഓഫ് ലോജിസ്റ്റിക് സർവീസ് ഓഫ് ദ കമ്പനി. സോ 3.5 lakhs RK ലോജിസ്റ്റിക്സിൽ നിന്ന് കടം എടുത്തിട്ടുമുണ്ട്, 1.49 lakhs ടുവേർഡ്സ് എ യൂസ് ഓഫ് ലോജിസ്റ്റിക് സർവീസിലേക്ക് പൈസ പോയിട്ടുമുണ്ട്. ബോത്ത് ദ സം ബോറോഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് സർവീസസ് ടേക്കൺ ആർ നോട്ട് യെറ്റ് പെയ്ഡ് ബൈ മിസ്റ്റർ അവിനേഷ്. സോ ഇതിനകത്തൊരു പാർട്ട്ണറിന് ഇത്ര രൂപ ഇൻഡെറ്റഡ്നെസ് വരുന്നുണ്ട്, അയാളത് റീപേ ചെയ്തിട്ടുമില്ല. മിസ്റ്റർ Avnish is not signing the financials of JK Logistics Limited. Based on the facts given in the above case scenario and applying the relevant provisions of Companies Act 2013 and rules therein, choose a correct answer of the following questions. First one, to whom should have Mr. Rohan informed about his resignation? So stroke വന്നു, അയാൾ റിസൈൻ ചെയ്തു പോയി, അയാൾ ആരൊക്കെ ആയിരുന്നു ഇൻഫോം ചെയ്യേണ്ടിയിരുന്നത്? വാട്ട് കുഡ് ബി ദ പോസിബിൾ കോൺസിക്വൻസ് ഓഫ് ഹിസ് നോൺ കംപ്ലൈൻസ്? പെനാൽറ്റി ഇവിടെ ചോദിച്ചേക്കുന്നത് ആരെയായിരുന്നു ഇൻഫോം ചെയ്യേണ്ടത്, എത്രയായിരിക്കും പെനാൽറ്റി വരാൻ ചാൻസ് ഉള്ളത്? സോ ഈ കേസിൽ ഇവിടെ ഓരോ പോയിന്റ് വെച്ച് നമുക്ക് നോക്കാം. ഹി ഷുഡ് ഹാവ് ഇൻഫോം ദ രജിസ്ട്രാർ. സെക്കൻഡ്,
ഫസ്റ്റ് വൺ, ഹി ഷുഡ് ഹാവ് ഇൻഫോം ദ രജിസ്ട്രാർ ആൻഡ് JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. ROCനെയും JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡിനെയും മാത്രം ഇൻഫോം ചെയ്താൽ മതിയെന്ന് അല്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഈ സ്റ്റേക്കിൻ്റെ കാര്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഗവൺമെൻറ് കമ്പനി ഇൻ്റർവെൻഷൻ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മോർ ദൻ 51% വന്നിട്ടുണ്ട്. സോ ROC JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡിൻ്റെ മാത്രം ഇൻഫർമേഷൻ തെറ്റാണ്. ഹി ഷുഡ് ഹാവ് ഇൻഫോം ദ രജിസ്ട്രാർ ആസ് എ കോൺസിക്വൻസ് ഓഫ് ഹിസ് ഫേസ്. സോ ROC മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, പോരാ. ഹി ഷുഡ് ഹാവ് ഇൻഫോം JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ആസ് വെൽ ആസ് രജിസ്ട്രാർ ആൻഡ് C&AG ആസ് എ കോൺസിക്വൻസ് ഓഫ് ഹിസ് ഫെയിലിയർ. ഹി ഈസ് ലയബിൾ ടു പെനാൽറ്റി നോട്ട് എക്സീഡിംഗ് 5 lakh. സി, ഈ രണ്ട് ഓപ്ഷൻസ് തമ്മിലാണ് കൺഫ്യൂഷൻ സ്റ്റുഡൻസിന് തോന്നിയത്. ഒന്ന്, കാരണം ഇവിടെ പറയുന്നുണ്ടോ JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്, ROC, C&AG 3 പേരെ ഇൻഫോം ചെയ്യുന്നു. പെനാലിറ്റി 5 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ ഹി ഷുഡ് ഹാവ് ഇൻഫോം JK ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്, ROC, C&AG ആസ് എ കോൺസിക്വൻസ് ഓഫ് ഹിസ് ഫെയിലിയർ. ഹി ഈസ് ലയബിൾ ടു എ പെനാൽറ്റി നോട്ട് എക്സീഡിങ് 50,000. എടാ, ഈ രണ്ട് കാര്യത്തിലാണ് കുട്ടികൾ കൺഫ്യൂഷൻ വരിക. സോ ഇഫ് യു ഹാഡ് നോട്ട് റെഡ് ദ പെനാൽറ്റി, അതൊരു കുറച്ച് കൺഫ്യൂസിങ് ആവും. അതായത് അയാളുടെ റെമ്യൂണറേഷൻ എത്രയാണോ ഓർ 50,000 വിച്ച് എവർ ഇസ് ലോവർ എന്നാണ് പറയുന്നത്. സോ റെമ്യൂണറേഷൻ തൊട്ട് മോളി പറയുന്നില്ലേ 5 lakh ആണെന്ന്. ഹീ ഡ്രൂ റെമ്യൂണറേഷൻ ഓഫ് 5 lakhs. അവൻ്റെ ആനുവൽ റെമ്യൂണറേഷൻ എത്രയാണോ അതോ 50,000 വിച്ച് എവർ ഇസ് ലോവർ എന്നാണ്. സോ നോട്ട് എക്സീഡിങ് 50,000. സോ വിച്ച് ഇസ് എ കറക്റ്റ് ആൻസർ? ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഡി. ആ രണ്ട് കാര്യങ്ങളിൽ യു മൈറ്റ് ഹാവ് ഗോട്ട് കൺഫ്യൂസ്ഡ്. അപ്പോൾ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ബിക്കോസ് ഓർക്കേണ്ട പ്രൊവിഷനാണ് ആനുവൽ റെമ്യൂണറേഷനേക്കാളും കൂടാൻ പാടില്ല. ആനുവൽ റെമ്യൂണറേഷൻ ഓഫ് 50,000 വിച്ച് എവർ ഇസ് ലോവർ എന്നാണ്. സോ ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. JK ലോജിസ്റ്റിക്സ്, ROC, C&AG 3 പേരെയും ഇൻഫോം ചെയ്യണം. ദാറ്റ് ഇസ് എ കൺസേൺഡ് അതോറിറ്റി. കാരണം അവിടെ ഗവൺമെൻറ് കമ്പനിയുടെ മോർ ദൻ 51% വന്നിട്ടുണ്ട്. ഇനി ആ എമൗണ്ടിലാണ് കൺഫ്യൂഷൻ വരിക. സോ വിച്ച് എവർ ഇസ് ലോവർ ആയിരുന്നു. സോ 50,000. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ നമ്പർ ഡി. നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റൻസ് ഷഫിൾഡ് ആയിരിക്കും. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റൻസ് പ്രോപ്പർലി. നൗ നെക്സ്റ്റ് വൺ. Based on the shareholding pattern of JK Logistics Limited and RK Logistics Limited, select the correct answer as to the classification of these companies. JK Logisticsum RK Logisticsum നിങ്ങൾ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് ഇതാ JK Logisticsum RK Logisticsum അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് 75% ഓൾറെഡി ഇതാ JK is one of the leading company. 75% is acquired by RK. RK already acquired 75%. ഇങ്ങനെ സോൾവ് ചെയ്യണമായിരുന്നു MCQ. അതുകൊണ്ടാണ് MCQ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറയുന്നത്. ആൻഡ് RK ലിമിറ്റഡ് ഹാസ് എ പ്രസൻസ് ഓഫ് ഈ പറയുന്ന ഗവൺമെൻറ്. ഓക്കെ, സോ RK Logistics Limited is a government company, while JK Logistics Limited is a non-government company. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2clause 45 ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി കമ്പനീനെ മോർ ദൻ 75% എന്തായാലും ഹോൾഡിംഗ് വന്നു. സോ ഡെഫിനറ്റ്ലി സബ്സിഡറി കമ്പനി ബന്ധം വന്നു. സോ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി ഡീം ടു ബി ഗവൺമെൻറ് കമ്പനിയായി മാറും. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. RK Logistics Limited is a non-government company, while JK Logistics is a government company. അല്ല, RK Logistics and JK Logistics Limited both are government companies. That is a correct option. ആ 75% ഹോൾഡ് ചെയ്യുന്നു. സോ സബ്സിഡറി കമ്പനി ബന്ധം വന്നു. എന്നിട്ട് അവരെ ആര് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു? ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കണ്ടെക്സ്റ്റിൽ ചിന്തിക്കണം. ഒരു ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനി ഈസ് ഡീം ടു ബി എ ഗവൺമെന്റ് കമ്പനി. സോ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അതൊരു കൺഫ്യൂസിങ് MCQ അല്ല. പ്രൊവിഷൻ കുറേ ഇൻഡെപ്ത് ആയിട്ട് മൈന്യൂട്ടസ് പ്രൊവിഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. അടുത്തത്, with respect to the act carried out by Mr. Avinash, the partners of the new audit firm, what can you infer about the appointment of AG and Associate as auditors of JK Logistics Limited? അതായത് it is valid since indebtedness-നെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. എടാ, ഇവിടെ അയാൾ 3.5 lakhും 1.49 lakhുമാണ് വന്നേക്കുന്നത്, വിച്ച് ഇസ് വിതിൻ ദ ലിമിറ്റ് ഓഫ് 5 lakh. ഇൻഡെറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? 5 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ വിതിൻ ദ ലിമിറ്റ് തന്നെയല്ലേ നിൽക്കണേ. അയാൾ പൈസ തിരിച്ചടച്ചിട്ടില്ല. സോ 5 lakhന് താഴെയല്ലേ നിൽക്കുന്നത് 3.5 + 1.49 എന്ന് പറയണേ. സോ it is valid since the indebtedness is within the prescribed limit. It is not valid since it exceeds a limit of 1 lakh. It is valid since Mr. Avinash is not signing the financials. അത്
Point valid alla. It is valid since the indebtedness is not with the JK Logistics Limited. Which is the correct answer? It is valid since the indebtedness is within the prescribed limits. That is the point number A is the correct answer. So 1 lakh alla avada varuna criteria 5 lakh aanu. Okay. So these are the 3 options. This was a good easy MCQ. ഇത് മാത്രം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു സ്റ്റുഡൻസിന്. ദാറ്റ് ഇസ് ബിക്കോസ് ഈ ഒരു സാധനം ഈ രണ്ടെണ്ണത്തിന് മുകളിലായിരുന്നു കൺഫ്യൂഷൻ. ഡി ആണ് കറക്റ്റ്. ദിസ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് MCQ. അതായത് ഇത് നമ്മളിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പം പല രീതിയിൽ ഇതിൻ്റെ എസംഷൻസ് എടുക്കണം. നൗ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ സജസ്റ്റഡ് ആൻസർ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് അതിനകത്തെ MCQ, ഇൻസ്റ്റിറ്റ്യൂട്ടിന് എസംഷൻ എന്താണ് എന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് കിട്ടണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ കിട്ടണം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ആസ് എ ഫാക്കൾട്ടി എനിക്ക് എന്താണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ചില കാര്യങ്ങൾ ഇസ് ടു കൺഫ്യൂസിങ്. നല്ല ടൈം എടുത്തിട്ടുണ്ടാവും. 137 ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻഡ് ദിസ് വാസ് എ ടഫസ്റ്റ് MCQ. The notice for conducting the AGM of XYZ Limited was sent on 3rd August 2024 to all the stakeholders who were eligible to receive the notice. അപ്പോൾ നോട്ടീസ് അയക്കുന്നു 3rd August XYZ Limited കമ്പനിയുടെ ആണ്. എല്ലാ സ്റ്റേക്ക് അയക്കുന്നു. Who were eligible to receive the notice. The set notice specified that AGM will be held on 5th September. എടാ 5th സെപ്റ്റംബറിന് AGM ഹോൾഡ് ചെയ്യും. But due to want of the quorum, the said AGM was adjourned to 12th September 2024. So quorum present അല്ല. 12th സെപ്റ്റംബറിലേക്ക് adjourned ആയി. In the said meeting held on 12th September 2024, the financial statements of the company could not be adopted due to some unavoidable circumstances. 12th സെപ്റ്റംബറിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. സിൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനി കുഡ് നോട്ട് ബി അഡോപ്റ്റഡ് ഇൻ ദ എബവ് മീറ്റിംഗ്, ഈ 12th സെപ്റ്റംബറിൽ FS അൺഅഡോപ്റ്റഡ് ആണ്. Since could not be adopted in the above said meeting, directors did not file the financial statements relating to the financial year 23-24 with the ROC on the plea that the financial statements of the company were not adopted in a general meeting, and therefore there is no necessary to file any FS with the ROC till the same is not adopted. Board of Directors പറയാണ് എന്തായാലും ഏജത്തിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ROCക്കും FS ഫയൽ ചെയ്യുന്നില്ല എന്നാണ് Board of Directors കൊടുത്ത explanation on 2nd December 2024. 2nd December 2024. An EGM was conducted in which the financial statements of the company were adopted. EGMത്തിൽ FS അഡോപ്റ്റ് ചെയ്തു. ഇവിടെ തൊട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. I'll tell you. In which the FS of the company were adopted. Since the company secretary was on a business tour and was absent from India from 10th December 2024 and 2nd January 2025, the adopted FS were filed with the ROC only on 3rd January 2025. Based on the above facts in the given scenario and referring to the applicable portions of Companies Act and rules therein, choose a correct answer of the following question. Correct ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഫസ്റ്റ് ഡിസഗ്രിമെന്റ് ആസ് എ ഫാക്കൾട്ടി ഞാൻ പറയാം. 5th സെപ്റ്റംബറിൽ AGM നടന്നിട്ടില്ല, കാരണം കോറം അവിടെ പ്രസന്റ് അല്ലായിരുന്നു. ശരി, മീറ്റിംഗ് അഡ്ജോൺ ചെയ്യുന്നു. 12th സെപ്റ്റംബറിലേക്ക് അഡ്ജോൺ മീറ്റിംഗ്. അഡ്ജോൺ മീറ്റിംഗിലും കംപ്ലീറ്റഡ് ആയിട്ടില്ല. AGM കംപ്ലീറ്റ് ആവണം. അഡ്ജോണിൻ്റെ ഏജത്തിനകത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല. ശരിക്കും അപ്പോൾ അതിനെ നെക്സ്റ്റ് നടത്തേണ്ടതും യു കനോട്ട് കോൾ ഇറ്റ് എസ് EGM, കാരണം AGM തന്നെ അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവരിവിടെ കൊടുത്തേക്കുന്ന EGM ആണ്. അതെൻ്റെ ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. കുറേ ഞാൻ ലോ തന്നെ പഠിപ്പിക്കുന്ന കുറേ ഫാക്കൽറ്റീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും ദാറ്റ് ഇസ് എ സെയിം പോയിന്റ് ഓഫ് വ്യൂ ഇവൻ ദേ ഹാവ്. അതായത് 5th സെപ്റ്റംബറിൽ നടന്നിട്ടില്ല, അത് അഡ്ജോൺ ചെയ്യുന്നു, അടുത്ത ദിവസം വെക്കുന്നു, ആ 12th സെപ്റ്റംബറിലേക്ക് വെക്കുന്നു. 12th സെപ്റ്റംബറിൽ മീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, പിന്നെ അവരൊരു EGM വിളിച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും അത് EGM നല്ല EGM എന്നാണ് പറയേണ്ടത്. ഓക്കെ, വാട്ട് എവർ ബി ദ കേസ്. അടുത്തത്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുവാണ്. സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഇസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് XYZ Limited ഷുഡ് ടേക്ക് for filing of the FS which could not be held on 5th September 2024. Okay. Ivide, now, this is a confusing MCQ. We'll have to wait for the suggested answer. I'm telling my point of view.
എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയണത്. എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് XYZ ലിമിറ്റഡ് എടുക്കേണ്ടത് ഫോർ ഫയലിംഗ് ദ FS വിത്ത് ദ ROC? ROCക്ക് ഫയൽ ചെയ്യാനായിട്ട് എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ AGM വിച്ച് കുഡ് നോട്ട് ബി ഹെൽഡ് ഓൺ 5th September? 5th September നടക്കാതിരുന്നല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വാട്ട് ഇസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ? നമ്പർ 1, XYZ ലിമിറ്റഡ് ഷുഡ് ഇൻഫോം ദ ROC the fact that AGM could not be held for want of quorum and therefore FS will be filed with the ROC only when they are adopted in a general meeting. So first one പറയാണ് XYZ ലിമിറ്റഡ് ROCനെ ഇൻഫോം ചെയ്യണം. ROCനെ ഇൻഫോം ചെയ്യണം AGM നടന്നിട്ടില്ല, കോറം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് FS ROCക്ക് ഫയൽ ചെയ്യും അത് അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. 2, XYZ ലിമിറ്റഡ് ഷുഡ് ഇൻഫോം ദ ROC ഫോർ ദ ഫാക്ട് ദാറ്റ് AGM കുഡ് നോട്ട് ബി ഹെൽഡ് ഫോർ ദ വോണ്ട് ഓഫ് കോറം. XYZ അഗെയിൻ ROCയുടെ അടുത്ത് പറയണം കോറം കാരണം കോറം ഇല്ലാത്തതുകൊണ്ട് AGM നടന്നിട്ടില്ല. ബട്ട് അൺഅഡോപ്റ്റഡ് FS വിൽ ബി ഫൈൽഡ് വിത്ത് ദ ROC. നമ്മൾ അൺഅഡോപ്റ്റഡ് നമ്മൾ തരാം വിതിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ 5th September 2024. 5th September കഴിഞ്ഞിട്ട് 30 daysനുള്ളിൽ നമ്മൾ തരാം. ഈ ഓപ്ഷനും അടുത്ത ഓപ്ഷൻ തമ്മിലാണ് മറ്റേ കൺഫ്യൂഷൻ. അതായത് ക്ലിയർ ആയിട്ട് പ്രൊവിഷൻ വായിച്ചു നോക്കണം. പ്രൊവിഷനകത്ത് എന്താ പറയണമെന്നറിയോ? AGM നടന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യുക. അപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ AGM ഷുഡ് ഹാവ് ബീൻ ഹെൽഡ് എന്നായിരുന്നോ AGM നടക്കേണ്ടിയിരുന്നത് അന്ന് തൊട്ട് 30 daysനുള്ളിൽ. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ ഇവിടെ 5th September AGM നടന്നിട്ടില്ല. ഫോർ ദ വോണ്ട് ഓഫ് കോറം AGM നടന്നിട്ടില്ല. സെക്കൻഡ് കേസിൽ AGM നടന്നു, FS അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് എ ഇന്റർപ്രിട്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺട്രാഡിക്റ്റിംഗ് ഫാക്ടർ വരും. പ്രൊവിഷൻ ക്ലിയർ ആയിട്ട് എന്താ പറയണത്? AGM എന്നായിരുന്നോ നടക്കേണ്ടിയിരുന്നത് അന്ന് തൊട്ട് 30 days. ശരിക്കും അഡ്ജോൺഡ് AGM എന്നും അല്ല പറയുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക. 12th September അഡ്ജോൺഡ് AGM അല്ല. AGM എന്നായിരുന്നോ നടക്കേണ്ടിയിരുന്നത് അന്ന് തൊട്ട് 30 daysനുള്ളിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ 12th September എന്ന് പറയുന്നത് അഡ്ജോൺഡ് AGM അല്ലേ? അപ്പോൾ ശരിക്കും AGM നടക്കേണ്ടിയിരുന്നത് 5th അല്ലേ? സോ 5th തൊട്ട് 30 daysനുള്ളിൽ ഫയൽ ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനാണ് കുട്ടികൾ കൺഫ്യൂസിങ് ആവുന്നത്. Third part, there is no obligation on the part of XYZ Limited to inform the fact to the ROC that AGM could not be held for the want of quorum, but the unadopted financial statements will be required to be filed with the ROC within a period of 30 days from the 5th September 2024. அடுத்தது, there is no obligation on the part of XYZ Limited to inform the ROC the fact that AGM could not be held for the want of quorum. Also, the unadopted FS will not be required to be filed with the ROC in this particular situation. Now, ഇതിനകത്ത് my point of view is this is the correct answer. That is point number D is the correct answer. അതായത് ഒരു ഓബ്ലിഗേഷനും XYZന്റെ ഭാഗത്തുനിന്നില്ല ടു ഇൻഫോം ദ ROC കോറം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ AGM നടത്തിയിട്ടില്ല. അങ്ങനെ സെക്ഷനകത്ത് എവിടെയും പറയുന്നില്ല കോറം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ AGM നടത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അങ്ങനെയൊന്നും പറയണമെന്ന് സെക്ഷനകത്ത് പറയുന്നില്ല. ഓൾസോ the unadopted FS will not be required to be filed with the ROC in this situation. അത് ഞാൻ എടുത്തതിൻ്റെ ഒരു ലൈക്ക് റീസൺ ഐ ടെൽ യു. AGM അന്ന് നടന്നിട്ടേ ഇല്ല, കോറം ഇല്ലാത്തത് കാരണം AGM നടന്നിട്ടേ ഇല്ല. സോ 30 days ഫ്രം 12th September എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് പോകുന്നത്. കാരണം തൊട്ടടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ്. 12th September നടക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണമായിരുന്നു. സോ ദർ ആർ ചാൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എസംഷൻ എടുത്തിട്ടുണ്ടാവാം. ഇൻസ്റ്റിറ്റ്യൂട്ട് വിചാരിച്ചിട്ട് എടുത്തേക്കുന്ന എസംഷൻ ഇതായിരിക്കും. ദർ ആർ 2 chances. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ AGM നടന്നിട്ടില്ല. ടെക്നിക്കലി 5th September AGM നടന്നിട്ടേ ഇല്ല. അപ്പോൾ അവിടെ മറ്റേ AGM നടക്കാതെ എങ്ങനെയാണ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കൊണ്ട് വെച്ചിട്ട് പോലും ഇല്ല. സോ കോൺസെപ്റ്റ് ഓഫ് അൺഅഡോപ്റ്റഡ് FS എന്നൊരു കോൺസെപ്റ്റേ അവിടെ വരുന്നില്ല. അതാണ് എൻ്റെ എസംഷൻ. AGM നടന്നാലേ അവിടെ FS കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ, എന്നാലേ അവിടെ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ലോജിക്ക് അവിടെ വരുന്നുള്ളൂ. ഇവിടെ AGM നടന്നിട്ടേ ഇല്ല, AGM നടക്കാത്തതുകൊണ്ട് FS അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുമില്ല. അതായത് അഡോപ്റ്റഡ് അൺഅഡോപ്റ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ അവിടെ വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഐ ചോസൺ ദിസ് ഓപ്ഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മറ്റേ രീതിയിൽ ചിന്തിക്കാം. അതായത് സെക്കൻഡ് എക്സംഷൻ എന്ന് പറയുന്നത് AGM ഷുഡ് ഹാവ് ബീൻ ഹെൽഡ്, അതായത് AGM തുടങ്ങി അത് അഡോപ്റ്റ് ചെയ്തിരുന്നു, അതായത് മറ്റേ FS വെച്ചു വന്നിട്ട് അൺഅഡോപ്റ്റഡ് ആയി. അപ്പം അതായത് 5th September 30 daysനുള്ളിൽ ഫയൽ ചെയ്യുക. സോ വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ദ സജസ്റ്റഡ് ആൻസർ ബിക്കോസ് ദിസ് ഇസ് എ വെരി കൺഫ്യൂസിങ് മൾട്ടിപ്പിൾ ചോയ്സ്. നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള MCQ ആണ്. ടു മൈ പോയിന്റ് ഓഫ് വ്യൂ ആസ് ഓഫ് നൗ AGM നടന്നിട്ടില്ല. ക്ലിയറിങ് ഇറ്റ് ഓഫ് എഗെയിൻ. AGM നടന്നിട്ടില്ല. AGM നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ FS കൊണ്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു ലോജിക്കേ വരുന്നില്ല. അവിടെ FS അഡോപ്റ്റ് ചെയ്തു അൺഅഡോപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തത്. അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന മറ്റേ അസംഷൻ ആണെന്നുണ്ടെങ്കിൽ ദിസ് ആൻസർ വിൽ ചേഞ്ച്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ സജസ്റ്റഡ് ആൻസർ. ഇറ്റ് വാസ് വെരി കൺഫ്യൂസിങ്. നോ നെക്സ്റ്റ്. What is the course of action of XYZ Limited that should have been taken for filing the FS with the ROC with respect to adjourned AGM held on 12th September 2024? അപ്പോൾ adjourned AGMത്തിലാണെങ്കിൽ എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് XYZ Limited എടുക്കേണ്ടത്? അതാണ് ചോദ്യം. അതായത് XYZ Limited should inform the ROC the fact that AGM was held on 12th September and since FS were not adopted, financial statements will not be required to be filed with the ROC. തെറ്റ്. XYZ Limited ROC യോട് പറയുകയാണ് AGM നടന്നു 12th സെപ്റ്റംബറിൽ FS അഡോപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ FS ഫയൽ ചെയ്യണില്ല. തെറ്റാണ്. 2. XYZ Limited is not required to inform the ROC the fact that AGM was held on 12. അത് AGM നടന്ന കാര്യം പറയേണ്ട. Since FS were not adopted, FS അഡോപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് financial statement will also be not required to be filed with the FS. Financial statements ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റ്. There is no obligation on the part of XYZ Limited to inform the ROC the fact that the AGM was held on 12 September 2024, but the unadopted FS will be required to be filed with the ROC within a period of 30 days from the 12 September 2024, which shall be considered by the ROC as a provisional FS. അതായത് there is no obligation on the part of XYZ Limited. XYZ Limited ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള obligation ഇല്ല to inform the ROC the fact that AGM was held on 12 September 2024. 12 September 2024 AGM നടന്നു എന്നുള്ള കാര്യമൊന്നും പറയണ്ട. But unadopted FS ഫയൽ ചെയ്യണം within a period of 30 days from 12th September, which will be considered by the registrar as provisional FS. അതായത് ഫൈനൽ FS ഫയൽ ചെയ്യുന്നിടം വരെ നമ്മൾ ഫയൽ ചെയ്യുന്ന FSനെ ROC എങ്ങനെയായിട്ടേ കാണത്തുള്ളൂ? പ്രൊവിഷണൽ FS ആയിട്ടേ കാണത്തുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് സെക്ഷനകത്ത് പറയുന്നുണ്ട്. അടുത്തതും മറ്റേ ഡിയും സിയും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഇവരിവിടെ പ്രൊവിഷണൽ FSനെ പറ്റി പറയുന്നില്ല ഈ പോയിന്റ് നമ്പർ ഡിക്കകത്ത്. അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് നമ്പർ ഡി എടുക്കാത്തത്. ദേ ആർ നോട്ട് മെൻഷനിങ് എനിത്തിങ് അബൌട്ട് പ്രൊവിഷണൽ FS. ബാക്കിയെല്ലാം ബട്ട് അൺഅഡോപ്റ്റഡ് വിൽ ബി റിക്വയർഡ് ടു ബി ഫൈൽ വിത്ത് ROC വിത്തിൻ എ പീരീഡ് ഓഫ് 30 days വിച്ച് വിൽ ബി കൺസിഡർഡ് ബൈ ദ ROC ആസ് ദ FS. അതാണോ ഫൈനൽ FS ആയിട്ട് എടുക്കുന്നത്? അല്ല. അഡോപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ FS ഫയൽ ചെയ്യുമ്പോൾ പ്രൊവിഷണൽ FS മാറ്റി ദാറ്റ് വിൽ ബി ദ ഫൈനൽ FS. സോ ഫൈനൽ FS കിട്ടുന്നിടം വരെ നമ്മൾ ഫയൽ ചെയ്തേക്കുന്ന FSനെ ROC എന്തായിട്ടേ കാണത്തുള്ളൂ? പ്രൊവിഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ കാണത്തുള്ളൂ. സോ പോയിന്റ് നമ്പർ സിയും പോയിന്റ് നമ്പർ ഡിയും തമ്മിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. പോയിന്റ് നമ്പർ സിക്കകത്ത് പ്രൊവിഷണൽ FSനെ പറ്റി പറയുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സി. Clear? Next. What is the course of action that XYZ Limited should take for filing of FS with the ROC with respect to EGM held on 2nd December 2024? EGM നടത്തിയല്ലോ. അപ്പോൾ എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് അവർ എടുക്കേണ്ടത്? XYZ Limited should inform the ROC the fact that FS were not adopted in the AGM held on 12 September and adopted FS will be required to be filed with the ROC within a period of 30 days from 2nd December, which will be treated as FS for the financial year. തെറ്റ്. ഇവിടെയും അവർ പറയുന്നത് തെറ്റ്. പ്രൊവിഷനെ പറ്റി ഒന്നും പറയുന്നില്ല. XYZ Limited is not required to inform the ROC the fact that FS were not adopted in the adjourned AGM held on 12 September, but the adopted FS will be required to be filed with the ROC within a period of 30 days from 2nd December, which will be treated as FS of XYZ Limited for financial year 23-24, and previously filed unadopted FS, if any, will be treated as provisional financial statements. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഈ പോയിന്റ്സിനകത്തും അത് പറയുന്നില്ല. അതായത് XYZ Limited ഒരു ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല ROCനെ the fact that FS were not adopted in the adjourned AGM. adjourned AGMത്തിൽ FS അഡോപ്റ്റ് ചെയ്തില്ല. അത് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല, which was held on 12 September. But the adopted FS will be required to be filed with the ROC within a period of 30 days from 2nd December. അതായത് ഇവിടെ 3 മീറ്റിംഗ് നടന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ 2nd Decemberൽ FS അഡോപ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ആ അഡോപ്റ്റഡ് FS എന്തായാലും ഫയൽ ചെയ്യണം. കണ്ടോ? ഫയൽ ചെയ്യണം, വിച്ച് വിൽ ബി ട്രീറ്റഡ് ആസ് FS ഓഫ് XY. അതാണ് ഫൈനൽ FS. അത് എഗ്രി ചെയ്തു. ആൻഡ് ദ പ്രീവിയസ്ലി ഫയൽഡ്, പ്രീവിയസ്ലി എന്തായാലും അൺഅഡോപ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രീവിയസ്ലിയും ഫയൽ ചെയ്യണം. അതിനെ എന്തായിട്ട് കണ്ടോളും ROC?
പ്രൊവിഷണൽ FS ആയിട്ട് കണ്ടോളും. സോ ഈ പറഞ്ഞ മുകളിലത്തേതിൻ്റെ ബാക്കി പോലെയാണ് ഇത് വരിക. ഫിഫ്ത്ത് MCQൻ്റെ ബാക്കി പോലെയാണ് 6th MCQ വരിക. സോ പ്രൊവിഷണൽ കാര്യം പറയുന്നത് ആകെ പോയിന്റ് നമ്പർ ബിക്കകത്തായതുകൊണ്ടാണ് ദിസ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ, ഇറ്റ്സ് കൺഫ്യൂസിങ്, ബട്ട് ഇത് ലിറ്റിൽ കൺഫ്യൂസിങ് ആണ് കേട്ടോ. ദിസ് വൺ വീൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദ സജസ്റ്റഡ് ആൻസർ. സോ this was one of those very toughest MCQ. ഇതാണ് സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞതും ഭയങ്കര പാടായിരുന്നു കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു ഫീഡ്ബാക്ക്. വി ടുക്ക് ലോഡ് ഓഫ് ടൈം, ഒത്തിരി സമയം MCQന് പോയി എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. നെക്സ്റ്റ് വൺ, okay. In the above case scenario, in XYZ Limited could not convene the annual general meeting till 2nd December 2024. അവർക്ക് 2nd December വരെ AGM conduct ചെയ്യാൻ പറ്റിയില്ല. And the meeting held on that date was the AGM. What will be the obligation of the company with regard to filing of FS with the ROC before conducting the said meeting? So above case scenario XYZ-ന് എന്തായാലും AGM conduct ചെയ്യാൻ പറ്റിയില്ലല്ലോ 2nd December വരെ. And the meeting held on the date was the annual general meeting. ഏത് ദിവസം 2nd December conduct ചെയ്തത് AGM ആണ്. What will be the obligation of the company with regard to filing of FS? എന്തൊക്കെ obligations ആണ് ഈ ROCയുടെ അടുത്ത് ഫയൽ ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ XYZ Limited കമ്പനി കംപ്ലൈ ചെയ്യേണ്ടത് ബിഫോർ കണ്ടക്ടിങ് ദ സെറ്റ് മീറ്റിംഗ്? AGM കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ROCയുടെ അടുത്ത് ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടത്? Since AGM was not held, XYZ Limited was not required to file any FS with the ROC. AGM നടക്കാത്തതുകൊണ്ട് FS ഒന്നും ROCക്ക് ഫയൽ ചെയ്യേണ്ട. തെറ്റ്. Since the AGM was not held, XYZ Limited was not required to file any FS with the registrar, but the statement of facts and reasons for not holding the AGM should have been filed with the ROC. FS ഫയൽ ചെയ്യേണ്ട, statement of facts and reasons മാത്രം ഫയൽ ചെയ്താൽ മതി. തെറ്റ്. 3. Even the AGM was not held, XYZ Limited was required to file the FS only with the ROC within 30 days of the last date before the AGM should have been held. So AGM നടക്കുന്നതിന് മുന്നേയായിട്ട് FS മാത്രം ഫയൽ ചെയ്താൽ മതി. തെറ്റ്. Even the annual general meeting was not held. AGM നടന്നില്ലായിരുന്നെങ്കിൽ പോലും XYZ Limited was required to file the FS. FS ഫയൽ ചെയ്യണമായിരുന്നു along with the statement of facts and reasons. So FS ഫയൽ ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം, റീസൺസ് അറിയിക്കണം. For not holding the AGM with the ROC within 30 days of the last date before the AGM should have been held. സോ ആദ്യത്തേനകത്ത് പറയുന്നു FS ഫയൽ ചെയ്യേ വേണ്ട. രണ്ടാമത്തേനകത്ത് പറയുന്നു FS ഫയൽ ചെയ്യേണ്ട, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സും റീസൺസും മാത്രം ഫയൽ ചെയ്താൽ മതി. മൂന്നാമത്തെ കേസിനകത്ത് പറയുന്നു FS മാത്രം ഫയൽ ചെയ്താൽ മതി എന്ന് പറയുന്നത്. നാലാമത്തെ കേസിനകത്ത് FS, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, റീസൺസ്. സോ ഓൾ 3 ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ആർക്ക് ഫയൽ ചെയ്യേണ്ടത്? ROCക്ക് AGM നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫയൽ ചെയ്യേണ്ടത്. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ D. ഓക്കെ. So, tricky MCQ. Going for the next one. So, case scenario 2 കഴിഞ്ഞു. Now, case scenario 3. ഇത് I would say 50-50% ലിമിറ്റ് ഉള്ളതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ സൂപ്പർ ഈസി അല്ല, ദാറ്റ്സ് എ ലാസ്റ്റ് വൺ. ഇത് I will say 50-50. നിങ്ങൾക്ക് ലിമിറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ റികളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. Natrajan Cleaners Limited, a corporate unlisted company, is a contract manufacturing company incorporated in 2017 with a primary object of manufacturing a full range of residential, commercial and portable washing machine for established brands in India. Natraj Cleaners Limited ഒരു corporate unlisted കമ്പനിയാണ്. അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് 2017 റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, പോർട്ടബിൾ വാഷിംഗ് മെഷീൻസ് ആണ് അവർ കൊടുക്കുന്നത് എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യക്ക് and other neighboring countries. NCL is a family-owned company having its registered office in Bangalore. The company has its marketing office in all major cities, including the port cities. All the members, as was the usual practice, were kept informed from time to time regarding all important matters and issues relating to the company. Company marketing office എല്ലാ മേജർ സിറ്റീസിലും പോർട്ട് സിറ്റീസിലും ഉണ്ട്. എല്ലാ ഇൻഫർമേഷൻസും പൊതുവെ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഒക്കെ കമ്പനി ഒട്ടും ഫെയിൽ ചെയ്യാതെ തന്നെ CFOനെയും കമ്പനി സെക്രട്ടറിനെയും ഒക്കെ അറിയിക്കാറുണ്ടായിരുന്നു. Years passed. Size of the business and share capital of NCL substantially increased. NCL plans to go for expansion in its capacity, keeping in mind export market. കുറേ നാളുകൾക്ക് ശേഷം സൈസ് ഓഫ് ദ ബിസിനസ്സും ഷെയർ ക്യാപിറ്റൽ ഓഫ് NCL ഒക്കെ കൂടി, അപ്പോൾ NCL എക്സ്പാൻഷന് പോകാൻ വേണ്ടി തീരുമാനിക്കുവാണ്.
keeping in mind export market which required about 25 crore. NCL started looking for various options for financing. Pala options NCL നോക്കി. One of the option considered was offer or invitation for subscription of equity through private placement. So, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ private placement method ആണ് തീരുമാനിക്കുന്നത്. The board identified a selected group of 50 persons and issued a private placement offer and application after passing a SR. So, private placement offer letter കൊടുക്കുന്നു. SR പാസ്സാക്കുകയും ചെയ്തു. And also after duly following the required procedure under the applicable corporate laws. Monies received on applications were kept in a separate bank account. ഈ private placement വേണ്ടി കളക്ട് ചെയ്ത പൈസ എല്ലാം separate bank account തന്നെ മെയിൻറ്റെയിൻ ചെയ്തു at Canara Bank. However, for some reason, NCL could not allot the equity shares within a period of 60 days. Private placement വേണ്ടി പൈസ കളക്ട് ചെയ്തു, പക്ഷേ allotment of shares 60 daysലേക്ക് നടന്നിട്ടില്ല from the receipt of application money. The private placement plan was effectively cancelled duly following the required procedures. So, completely ആ ഓഫർ തന്നെ ക്യാൻസൽ ചെയ്തു. NCL later opted for bank loans to finance the expansion. Bank loan എടുത്തിട്ടാണ് എക്സ്പാൻഷനിലോട്ട് പോയത്. NCL is authorized by its articles of association to accept whole or any part of the amount remaining unpaid from any member, although till date no part of the amount has been called up. ഇത്ര നാളൊന്നും കോൾ അപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ അൺപെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ മേടിക്കാം. Yogesh, one of the shareholders, deposited in advance the remaining amount due on his shares without any calls made by NCL. ഒരു പൈസ പോലും വിളിച്ചിട്ടില്ല, പക്ഷെ കോൾസ് ഇൻ അഡ്വാൻസ് പോലെ പൈസ നേരത്തെ അടയ്ക്കുവാണ് മിസ്റ്റർ യോഗേഷ്. NCL declared dividend during the year after such advance money was paid by Yogesh. Yogesh calls in advance കൊടുത്തതിന് ശേഷം ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്യുവാണ്. Yogesh wanted to exercise his voting right also in respect of calls money paid in advance at the general meeting. So, ഈ കോൾസ് ഇൻ അഡ്വാൻസിന് മുകളിൽ വോട്ടിംഗ് റൈറ്റ് അയാൾക്ക് എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭീഷ്മ ക്ലെൻസർ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് ബീൻ ഹോൾഡിംഗ് 5% equity in NCL. So, 5% equity NCL ഹോൾഡ് ചെയ്യുന്നുണ്ട് സിൻസ് ഫെബ്രുവരി 2018, ഫെബ്രുവരി 2018 തൊട്ട്. ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഫെബ്രുവരി 2022, 2022 ആയപ്പോൾ NCL ഇൻവെസ്റ്റഡ് 70% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് BCPL. സോ 70% ഇക്വിറ്റി ഷെയർസിലോട്ട് പോയി. ഇവിടെ സെക്ഷൻ 19 ആപ്ലിക്കബിലിറ്റി വന്നേ, അതായത് സബ്സിഡിയറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനീൻ്റെ മുകളിൽ ഷെയർ ഹോൾഡിംഗ് പറ്റൂ. പൊതുവേ പറ്റില്ല, പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ BCPL ഹോൾഡ് ചെയ്തത് ബിഫോർ ബന്ധം, അതായത് 2018 2018 5%. 2022 NCL BCPL പോയിട്ട് 70% equity shares ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് ഗിവൺ എബവ് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് NCL wants to understand from Neerath the implication of 5% holding of the BCPL. 5% ഹോൾഡിങ്ങിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ BCPL shall surrender its 5% equity holding to NCL immediately once it becomes a subsidiary. BCPL shall transfer its 5% equity holding to any nominees of NCL. BCPL shall immediately transfer its 5% equity holding to any other legal person. BCPL may continue to hold 5% equity holding in NCL. എടാ, സബ്സിഡിയറി കമ്പനിയുടെ പ്രൊവിഷൻസിനകത്ത് സെക്ഷൻ 19 പ്രൊവിഷൻസിനകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ, ഇവർ തമ്മിൽ ഹോൾഡിംഗ് സബ്സിഡിയറി ബന്ധം വരുന്നതിന് മുന്നേ തന്നെ ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി ഫെർദർ ഷെയർ ഹോൾഡിംഗ് പാടില്ല, ഉള്ളത് അവിടെ നിന്നോട്ടെ. അപ്പോൾ 3 എക്സെപ്ഷൻസിനകത്ത് ഒരു എക്സെപ്ഷൻ ആണത് സെക്ഷൻ 19 ബിഫോർ യു ഹാഡ് എ ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പ് യു ഹാഡ് എ ഷെയർ ഹോൾഡിംഗ്, നോ പ്രോബ്ലം. ഫെർദർ ഷെയർ ഹോൾഡിംഗ് അലൗഡ് അല്ല. സോ ദേ മേ കണ്ടിന്യൂ ടു ഹോൾഡ് 5% equity holding in NCL. Easy question. Yogesh, one of the shareholders deposits in advance the remaining amount due on his shares without any calls made by NCL. NCL declared dividend during the year. So, Yogesh calls in advance കൊടുക്കുകയാണ്. കോൾസ് ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. NCL ഇതിനിടയ്ക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. Yogesh is not entitled to any dividend in respect of calls money paid in advance. Yogesh is entitled to proportionate dividend in respect of call money paid in advance. Yogesh is entitled to proportionate dividend in respect of call money paid in advance if authorized by an OR, if authorized by BR. Yogesh is entitled to proportionate dividend in respect of call money paid in advance if authorized by the articles of association. എടാ, വളരെ ക്ലിയർ ആയിട്ട് സെക്ഷൻ 51 റെഡ് വിത്ത് ദ റെഗുലേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇത് കൊടുക്കും, മറ്റേ ഇൻട്രസ്റ്റ് ഇസ് ഓക്കെ, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല.
So B eliminated ആയിപ്പോവും, C eliminated ആവും, D eliminated ആവും. A is the correct answer. Yogesh is not entitled to any dividend in respect of call money paid in advance. നിങ്ങൾ കോൾസ് ഇൻ അഡ്വാൻസ് കൊടുത്തു, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ചോദിച്ച് മേടിക്കാൻ വേണ്ടി പറ്റില്ല. വളരെ ക്ലിയർ ആയിട്ട് സെക്ഷൻ 51 read with regulation ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. So that is not allowed. So that option number A is the correct answer. അടുത്തത്, with reference to the board identified selected group of 50% and issued private placement offer and applications duly following the required procedures under the corporate law. Public at large has to be informed about such an issue through release of public advertisement. Private placement at advertisement cheyan padilla. Thette, release of public advertisement any local newspaper. Thette, no company issuing securities under private placement shall release any public advertisement or utilize any media marketing or distribution channels or agents to inform the public at large about such issue. No company shall issue securities. Correct ആണ്. ഇവിടെയും informing the public at large through advertisement. എടാ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ സെലക്ടഡ് ഗ്രൂപ്പ്, സെക്ഷൻ 42 എന്താ പറയുന്നത്, സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ കൊടുക്കുന്നു വിച്ച് ഷാൽ നോട്ട് എക്സീഡ് 200. അതായത് 50 ആക്ട് പറയുന്ന റൂളിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 200-നേക്കാളും എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. QIB ഇൻക്ലൂഡർ അല്ല, ESOP വഴി കൊടുക്കുന്നു, അതിനകത്ത് ഇൻക്ലൂഡർ അല്ല. അവിടെ നമ്മൾ ഒരിക്കലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമോ, പറയുന്ന 200-നേക്കാളും എക്സീഡ് ചെയ്യുമോ, പബ്ലിക് അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ചെയ്താൽ ഇറ്റ് ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. So which is the correct answer? 10C is the correct answer. So provisions ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്താൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 10C is the correct answer. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ മാത്രം ലിമിറ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ it would be difficult for you. Apart from that, rest all is correct only. Next one is case scenario 4. Aces High Builders Limited, HBL is Dehradun-based public limited construction company engaged in the business of developing high-end flats and villas across prime locations in Uttarakhand, India. So high-end flats and villas are our undakanada. The company had procured land in the hills of Missouri in the year 2019. Since then, it has been engaged in the development of the above site, thereby building a set of 12 villas and 75 flats. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ലാൻഡിൽ. The builders have also tied up with one of the US-based commission agent, Mr. Cooper, who could be promoting the above property among non-residents who would like to own their private accommodation in the above location. So, ഈ builder ഒരു US-based commission agent-ഉമായിട്ട് Mr. Cooper-ഉമായിട്ട് കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെട്ടു ഫോർ പ്രൊമോട്ടിംഗ് ദ അബവ് പ്രോപ്പർട്ടി. നോൺ റെസിഡൻസിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ട്, അതുപോലെ തന്നെ അവർക്കും ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ വേണം ഇൻ ദ അബവ് ലൊക്കേഷൻ. Mr. Cooper has successfully sealed a deal with a non-resident based in Las Vegas, USA for the purchase of one of the villas costing $6 lakh, for which he is to be paid a suitable commission on the above remitted amount. So, non-resident കണ്ടുപിടിച്ചു, ഇത്രയാണ് വില്ലയുടെ എമൗണ്ട്, സ്യൂട്ടബിൾ കമ്മീഷൻ വേണം മേടിക്കും. The last year landslides and other geographical disruptions in the region during monsoon season has compelled the builders to obtain expert consultancy regarding shaping and curing of the land in and around the constructed sites, including the designing the roads, power facilities in the region and other infrastructural backup so that the area can be made safe for living all around the year. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ലാൻഡ് സ്ലൈഡ്സും അങ്ങനെ കുറച്ച് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നതുകൊണ്ട് അവർക്ക് കുറച്ച് എക്സ്പെർട്ട് കൺസൾട്ടൻസി ഒക്കെ എടുക്കേണ്ടി വന്നു, എല്ലാം പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. ആക്യുറേറ്റ് കൺസൾട്ടൻസ് ലിമിറ്റഡ്, US based consultancy service company has been hired to provide such service. So ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു USA based ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസ് കമ്പനിയാണ്. Negotiations are being carried regarding the consultancy fees to be charged by them. ഇപ്പോൾ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്ര രൂപയാണ് ഇവർക്ക് കൺസൾട്ടൻസി ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. AHBL has lately started another unit engaged in the manufacturing export of mortar mixing machines. During the current year, it has received a sale order for 2 such machines from Italy. അപ്പോൾ AHBL another unit start ചെയ്തു, മാനുഫാക്ചറിങ് എക്സ്പോർട്ട് ഓഫ് മോട്ടോർ മിക്സിംഗ് മെഷീൻസ് ആണ്. കറണ്ട് ഇയറിൽ ഒരു സെയിൽ ഓർഡർ കിട്ടി ഫോർ 2 such machines from Italy. The machines പാക്ക് ചെയ്തു കണ്ടെയ്നേഴ്സിൽ ആൻഡ് ഷിപ്ഡ് via sea to the Italian customers. Such containers have reached the Italian port. ഇറ്റാലിയൻ പോർട്ടിൽ ഇത് എത്തുകയും ചെയ്തു. The detention charges to be paid by the sellers are well and above the rate as prescribed by the Director General of Shipping. Director General of Shipping പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് അടക്കേണ്ടതായിട്ട് വന്നു. The company has also explored areas near Rishikesh for developing the farmhouses.
ഇപ്പോൾ ഋഷികേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാം ഹൗസ് ബിൽഡ് ചെയ്യാനായിട്ട് ആ സ്ഥലവും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ കമ്പനി. അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഇറ്റ് ഹാസ് സെലക്ടഡ് എ പീസ് ഓഫ് ലാൻഡ് അറ്റ് ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ഫോർ ദ എബോവ് പർപ്പസ്. എബോവ് പർപ്പസിന് വേണ്ടിയിട്ട് ഔട്ട്സ്കേർട്ട് ഓഫ് ദ സിറ്റിയിൽ കുറച്ച് സ്ഥലം അവർ നോക്കി വെച്ചു. സിൻസ് ഡെവലപ്മെന്റ് റിക്വയർസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് ഹാസ് ഇഷ്യൂഡ് അഡ്വർടൈസ്മെന്റ് റിഗാർഡിംഗ് ദ സെയിം ഇൻ ദ ഇലക്ട്രോണിക് മീഡിയ വിച്ച് ഹാസ് എ വേൾഡ് വൈഡ് കവറേജ്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. മിസ്റ്റർ ടോണി, a man of Indian origin, having migrated to USA in 1977 and is much influenced by the above advertisement, has contacted the company with an offer to invest $260,000 in the same with the condition that 50% of the payment shall be made by him immediately and the rest shall be paid only after the keys to the fully developed farmhouse. അപ്പോൾ 1977 തൊട്ടിട്ട് US-ൽ സെറ്റിൽ ചെയ്ത ഒരു ഇന്ത്യൻ ഈ ഒരു മാൻ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇവരെ അപ്രോച്ച് ചെയ്യുന്നു. അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് $260,000 ആണ് ഓഫർ പ്രൈസ്. അതിന്റെ പകുതി പേയ്മെന്റ് ഇപ്പോൾ തരാം, ബാക്കി പകുതി ഫാം ഹൗസിലേക്ക് ഈ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ തരാം. ദ കമ്പനി ഹാസ് അഗ്രീഡ് ടു ഹിസ് ടേംസ് ആൻഡ് ഇസ് കറന്റ്ലി ഇൻവൈറ്റിംഗ് സജഷൻ ഫ്രം ഇറ്റ്സ് ലീഗൽ ടേം റിഗാർഡിംഗ് ദ വേരിയസ് നുവാൻസസ് ആൻഡ് ഫീസിബിലിറ്റി ഓഫ് ദ സെയിം. ഈ പറഞ്ഞ അറേഞ്ച്മെന്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ ഫീസിബിലിറ്റി ബേസ് ചെയ്തിട്ട് സജഷൻസ് ഇൻവൈറ്റ് ചെയ്യുവാണ്. ബേസ്ഡ് ഓൺ ദ എബവ് കേസ് സിനാരിയോ യു ആർ റിക്വയർഡ് ടു ഓപ്റ്റ് ദ കറക്റ്റ് ആൻസർ വിത്ത് റെസ്പെക്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റൻസ്. നോക്കാം, ഫെമേനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻ വന്നേക്കണേ. Considering the provisions of FEMA, 1999, decide upon the maximum amount of commission that can be paid to Mr. Cooper as well as the consultancy charges to Accurate Consultants Limited for approval of RBI, which would not be required under the above act. It is $30,000 and $10 million respectively. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ടാസ്ക് ആണ്. ഇറ്റ്സ് $30,000 and $10 million. അതാ ഞാൻ പറഞ്ഞത്. ഈ ചില ഏരിയാസ് അതിനകത്ത് ഇതുണ്ട്, നമ്മുടെ ലിമിറ്റ്സ് വരുന്നുണ്ട്. സോ ഇഫ് യു ഫോർഗോട്ടൻ ദാറ്റ് അത് ഇച്ചിരി ടാസ്ക് ആയിരിക്കും. സോ ഇറ്റ്സ് $30,000 and $10 million. ഇതും കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ. Considering the above provisions of FEMA, decide upon the process of releasing the containers from Italian ports by the Indian company. FEMAയുടെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് എന്ത് പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത് ഫോർ റിലീസിംഗ് ദ കണ്ടെയ്നർ ഫ്രം ഇറ്റാലിയൻ പോർട്ട്സ്. ഇറ്റാലിയൻ പോർട്ടിൽ നിന്ന് എങ്ങനെ അത് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ ദ ഇന്ത്യൻ കമ്പനി. HBL shall have to obtain prior permission of Ministry of Surface Transport DG for payment of detention charges as it exceed the rates prescribed by the Director General of Shipping. HBL shall have to obtain prior permission of both Ministry of Surface Transport as well as Ministry of Finance. തെറ്റ്. Department of Economic Affairs വേണ്ട. ഇവിടെ Ministry of Finance, Department of Economic Affairs വേണ്ട. Need not obtain permission. തെറ്റ്. So which is the correct answer? The first one is the correct answer. ഒരാളുടെ മാത്രം മതി. That is obtain the permission of Ministry of Surface Transport Shipping for the payment of detention charges. Point number A is the correct answer. അതായത് ഫസ്റ്റ് കേസിനകത്ത് മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ട് പറയുന്നു, സെക്കൻഡിനകത്ത് മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ട്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് വേണ്ട. മൂന്നാമത്തേനകത്തും മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, രണ്ടാൾക്കാർ വേണ്ട. ലാസ്റ്റ് വണ്ണകത്ത് പെർമിഷനേ വേണ്ട, തെറ്റാണ്. സോ ദ ഫസ്റ്റ് വൺ ആരുടെ മാത്രം എടുത്തേച്ചാൽ മതി? മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ടിന്റെ പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്കത് റിലീസ് ചെയ്യും. Considering the provisions of FEMA 1999, the possible suggestion that can be given by the legal term regarding investment of $260,000 by Mr. Tony in the Rishikesh farmhouse. So Mr. Tonyക്ക് ഋഷികേഷിലുള്ള ഫാം ഹൗസിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങളോട് സജഷൻ ചോദിക്കുകയാണ്. Mr. Tony can very well invest $260,000 towards a farmhouse. As being a person of Indian origin, he is also allowed to buy land in India. Indian origin ആയതുകൊണ്ട് അയാൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. തെറ്റ്. Mr. Tony can very well invest but only up to $250,000 towards farmhouse. As being a person of Indian origin, he is only allowed to buy land in India. തെറ്റ്. Mr. Tony cannot invest $260,000 towards a farmhouse as being a non-resident. അതായത് RBIയുടെ വേറെ സർക്കുലറിലൊക്കെ അവർ പറയുന്നുണ്ട് മേടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള സംഭവം. പക്ഷെ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോട്ട് അലൗഡ്. ഫാം ഹൗസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്, കനോട്ട് ഇൻവെസ്റ്റ് ആണ്. Fourth one, Mr. Tony cannot invest $260,000 in installment of 50%, but only after payment of full one-time payment only. ഒരു മിസ്റ്റർ ടോണി ഇന്ത്യൻ ഒറിജിൻ ബട്ട് US-ലുള്ള ആളാണ്, ഒരിക്കലും ആ നോൺ റെസിഡൻറ്റിന് ഹി കനോട്ട് ബൈ എ ഫാം ഹൗസ് ഇൻ ഇന്ത്യ. നമ്മൾ പഠിക്കുന്ന നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോ. ദ ഓപ്ഷൻ നമ്പർ ഇസ് സി. ഓപ്ഷൻ നമ്പർ ഇസ് സി.
I hope that's clear. Okay. അടുത്തത് where after a partner's death the business is continued in the same LLP name, the continued usage of name or the deceased partner's name as part thereof. പാർട്ട്ണർ മരിച്ചതിന് ശേഷം ബിസിനസ് കണ്ടിന്യൂഡ് ആയി പോയി സെയിം LLPയുടെ പേരിൽ the continued use of that name അല്ലെങ്കിൽ deceased partner's name as a part thereof shall make his legal representative liable for any act. അയാളുടെ പേര് ഉപയോഗിച്ചൊന്നും പറഞ്ഞ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ലയബിൾ ആക്കാൻ പറ്റുമോ? ഇല്ല. shall make his estate liable? No. shall make his legal representative or his estate liable for any act of the no. ലീഗൽ റെപ്രസെന്റേറ്റീവിനെ അല്ലെങ്കിൽ അയാളുടെ എസ്റ്റേറ്റിനെ തെറ്റ്. ഷാൽ നോട്ട് ബൈ ഇറ്റ് സെൽഫ് മേക്ക് ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓർ ഹിസ് എസ്റ്റേറ്റ് ലയബിൾ. ജസ്റ്റ് ബിക്കോസ് ആ മരിച്ചുപോയ ആളുടെ പേര് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനോ അയാളുടെ എസ്റ്റേറ്റിനോ ഒരു രീതിയിലും ലയബിൾ ആക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ഈസി MCQ. ദാറ്റ് വാസ് എ വെരി ഈസി MCQ. The last one, the General Clause Act 1897 is applicable to whole of India, including the Union Territory of Jammu and Kashmir, whole of India excluding the Union Territory. The Act does not define any territorial extent. The whole of India excluding the National Capital Region and other Union Territories. Option number is C. That was again one of the easiest. The Act does not define any territorial clause. So these were the multiple choice questions. So May 2025 September 2025 ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ എന്ന് പറയുന്ന ഈ പേപ്പർ ടഫ് ആക്കിയേക്കുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ് സിമ്പിൾ ആയിരുന്നു. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ടു സിമ്പിൾ ഓർ എനിത്തിങ്, ബട്ട് കമ്പയർഡ് ടു ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. സോ ദിസ് വൺ ഈ പറയുന്ന സീരീസ്, അതായത് MCQ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് രണ്ടാൾക്കാരും കാണുക. Jan 2025 നിങ്ങൾക്കുള്ള ക്ലാരിറ്റി യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് വൺ സജസ്റ്റഡ് ആൻസർ ഇസ് ഔട്ട് ഫോർ ഫ്യൂ ക്വസ്റ്റ്യൻസ്. പിന്നെ May 2025 September 2025 പ്രിപ്പറേഷൻസ് ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ക്ലാസ്സസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് വാച്ച് ദിസ്, സോൾവ് ദിസ് MCQs അറ്റ്ലീസ്റ്റ് 2 to 3 times. ഇതാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ സിലബസ് വന്നതിന് ശേഷം വൺ ഓഫ് ദ ടഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ്. നല്ല ടൈം എടുത്തിട്ടുണ്ടോ? മിനിമം ഒരു ആ 137 സെക്ഷനിൽ മിനിമം 40 to 45 minutes സ്റ്റക്കായി കുറേ സ്റ്റുഡൻസ് ഉണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും. സോ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് May 2025 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും September 2025 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് it was helpful. So I'll see you next day for the corporate and other law Jan 2025 the descriptive part discussion. Okay, thank you.